5 കൂട്ടുകാർ വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി ഒരു ക്യാബിനിലേക്ക് ട്രിപ്പ് പോകും. പക്ഷെ അവിടെയുള്ള കെണികളും ആത്മാക്കളെയും പ്രേതത്തെയും പറ്റിയുമൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2011 ഇറങ്ങിയ ദ ക്യാബിൻ ഇൻ ദ വുഡ് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ 2 സയൻറ്റിസ്റ്റിനെ കാണിക്കും. ഇതാണ് ജോണും മൈക്കിളും. ഇവരെ അണ്ടർഗ്രൗണ്ടിൽ ഒരു പരീക്ഷണം നടത്തുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഇതിനെപ്പറ്റിയാണെങ്കിലോ വെളിയിലുള്ള ആർക്കും അറിയത്തുമില്ലായിരുന്നു. ഈ പരീക്ഷണമാണെങ്കിലോ ലോകം മുഴുവൻ നടത്തി ഫെയിലായതാണ്. അതുകൊണ്ട് തന്നെ അവസാനം നടത്തുന്നതോ ജപ്പാനിലും അമേരിക്കയിലുമാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പടത്തിലെ ഹീറോയിനായിട്ടുള്ള ഡാനയെയാണ്. അവളുടെ ഒപ്പം അവളുടെ കൂട്ടുകാരിയായ ജൂളും അതോടൊപ്പം തന്നെ ജൂളിൻ്റെ ബോയ് ഫ്രണ്ടായിട്ടുള്ള കേഡും ഉണ്ടായിരുന്നു. പിന്നീട് കേഡിൻ്റെ ഫ്രണ്ടായ ഹോൾഡനും അതോടൊപ്പം തന്നെ മാർട്ടിയെയും കാണിക്കും. ഇവരെല്ലാവരും കൂടി വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യും. അങ്ങനെ അവർ വണ്ടിയും എടുത്ത് യാത്ര തുടങ്ങുകയും ചെയ്യും. ആ ടൈമിലാണ് അവിടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരാളെ കാണിക്കുന്നത്. പുള്ളി ആരെയോ കോൾ ചെയ്ത് പറയും അവരെല്ലാവരും ഇവിടുന്ന് കറക്റ്റ് ടൈമിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പോകുന്ന വഴി പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ഈ 5 പേരെയുമാണ്. അവിടെയുള്ള വൃദ്ധനാണെങ്കിലോ കുറച്ച് പെട്രോൾ പോലും ഇവർക്ക് ആർക്കും കൊടുക്കില്ല. അതോടൊപ്പം തന്നെ പുള്ളി നല്ല മോശമായിട്ടാണ് എല്ലാവരോടും ഇടപഴകിയതും. ഹോൾഡൻ പറയും, ഓക്കെ നിങ്ങൾ പെട്രോൾ തരണ്ട, അങ്ങനെയാണെങ്കിൽ ബക്നർ പ്ലേസിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് പറയാമോ എന്ന്. അങ്ങനെ ഈ വൃദ്ധനാണെങ്കിലോ ഇവർക്ക് വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാവരും കൂടി വീണ്ടും യാത്ര തുടങ്ങും. ആ ടൈമിലാണ് അവിടെ ഒരു ഈഗിളിനെ കാണിക്കുന്നത്. ഈ ഈഗിള് എന്തോ ഒന്നിച്ചെന്ന് ഇടിച്ച ശേഷം ചത്തുപോകുന്നതായിട്ട് കാണിക്കും. അങ്ങനെ കുറേ ടൈമിലെ യാത്രയ്ക്ക് ശേഷം എല്ലാവരും ഒരു കാട്ടിലെത്തും. കാട്ടിലെ ക്യാബിനിലെത്തും. ശരിക്കും ഇവർക്ക് എത്തേണ്ടതും ഈ ക്യാബിനിൽ തന്നെയായിരുന്നു. ഇതാണ് ബക്നറിലെ ക്യാബിൻ. ശരിക്കും കേഡൻ്റെ ബ്രദർ കുറച്ച് നാൾ മുമ്പാണ് ഈ ക്യാബിൻ വാങ്ങുന്നത്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറും. ആ ടൈമിലാണ് ഹോൾഡൻ അവിടെ എന്തോ ഒരു പ്രത്യേക ചിത്രം കാണുന്നത്. ഈ ചിത്രം നീക്കുമ്പോഴോ അവിടെ ഒരു കണ്ണാടിയും കാണും. പക്ഷേ കണ്ണാടിയിൽ അവൻ കണ്ടത് ഡാനയായിരുന്നു. ശരിക്കും ഡാന ആ കണ്ണാടിയുടെ അപ്പുറത്തുണ്ടായിരുന്നു. പക്ഷേ ഡാനയ്ക്ക് ഹോൾഡനെ കാണത്തില്ല. ഹോൾഡന് ഡാനയെ കാണാൻ കഴിയും. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഈ കണ്ണാടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ട ഹോൾഡൻ ഡാനയോട് പറഞ്ഞ ശേഷം ഈ റൂം ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആ ടൈമിലാണ് നമുക്ക് പിടികിട്ടുന്നത് ഇവരുടെ എല്ലാവരുടെയും റൂമിൽ ക്യാമറയും മൈക്രോഫോണും ഉണ്ടെന്ന്. ഇത് കൺട്രോൾ ചെയ്യുന്നതാണെങ്കിലോ മൂവിയുടെ തുടക്കം കണ്ട ആ കമ്പനിയിലെ വർക്കേഴ്സ് ആയിരുന്നു. അതായത് ജോണും മൈക്കിളും ഒക്കെ. ഇവരെല്ലാവരും ക്യാമറയിലൂടെ അവിടെ നടക്കുന്നത് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഇവർക്കൊരു കോള് വരുന്നത്. മറ്റാരുമല്ല, ആ പമ്പിലെ വൃദ്ധനായിരുന്നു അത്. പുള്ളി പറയും, ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് കുറച്ച് പെട്രോൾ പോലും കൊടുത്തിട്ടില്ലെന്ന്. ഈ ഒരു ടൈമിലാണ് നമുക്ക് പിടികിട്ടുന്നത് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ എത്തുന്നോടെ വരെയുള്ളത് കമ്പനിയുടെ പ്ലാൻ ആണെന്നുള്ളത്. പിന്നീട് ഇവരെല്ലാവരും കൂടി ബെറ്റ് വെക്കുന്നതായിട്ട് കാണിക്കും. വേറൊന്നുമല്ല, 5 പേരെയും ഏത് മോൺസ്റ്ററെ കൊല്ലുമെന്നുള്ളതായിരുന്നു ബെറ്റ്. അത് നമുക്ക് പോകും തോറും കാണാം. ഇവിടെയാണെങ്കിലോ എല്ലാവരും കൂടി ട്രൂത്ത് ഓർ ഡെയർ കളിക്കാനായി തുടങ്ങും. അങ്ങനെ ഇവർ ഗെയിം കളിക്കാൻ തുടങ്ങുമ്പോഴോ അവിടെയുള്ള ബേസ്മെൻറ്റ് തുറന്നു വരും. ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് പേടിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും അവരതിനകത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കും. ഇത് കണ്ട മാർട്ടി എല്ലാവരെയും ഒന്ന് തടുക്കാൻ നോക്കും. പക്ഷേ ഇവരെല്ലാം മാർട്ടിയുടെ വാക്ക് കൂട്ടാക്കി കൂടിയില്ലായിരുന്നു. അങ്ങനെ ബേസ്മെൻറ്റിൻ്റെ അകത്തെത്തുമ്പോഴാണ് ഡാനി അവിടെ ഒരു ഡയറി കാണുന്നത്. ആ ഡയറിയുടെ ഉള്ളിലാണെങ്കിലോ ക്യാതറിൻ എന്ന് പറഞ്ഞൊരു പെണ്ണിൻ്റെ ലൈഫും അതോടൊപ്പം തന്നെ അവളുടെ ഫാമിലിയുടെ ബ്രൂട്ടലായ മരണത്തെ പറ്റിയുമായിരുന്നു. അതോടൊപ്പം തന്നെ അതിലൊരു മന്ത്രവും ഉണ്ടായിരുന്നു. ഈ മന്ത്രം ആരും വായിക്കാൻ പാടില്ല. വായിച്ചു കഴിഞ്ഞാൽ ക്യാതറിൻ വീണ്ടും ആത്മാവായി വന്ന് എല്ലാവരോടും പ്രതികാരം വീട്ടുമെന്നായിരുന്നു അതിൽ. ഇത് കണ്ട മാർട്ടി അവരോട് പറയും, നീ വെറുതെ അതൊന്നും വായിക്കാൻ നിൽക്കണമെന്ന്. പക്ഷേ ഡാനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. ഡാന പറയും, ഇതൊക്കെ വെറുതെ കെട്ടുകഥയാണ്, വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞ് ആ മന്ത്രം വായിക്കാൻ തുടങ്ങും. ആ ടൈമിലാണ് കാണിക്കുന്നത് ചത്തുപോയ ക്യാതറിനും അവളുടെ ഫാമിലിയും എല്ലാം സോംബിയായി വീണ്ടും വരുന്നത്. ആ ടൈമിൽ തന്നെ കമ്പനിയിൽ പാർട്ടി നടത്തുകയായിരുന്നു. ബെറ്റിൽ ഏത് പ്രേതം കാരണമാണോ 5 പേരും ചത്തുപോകുമെന്ന് പറഞ്ഞത് അയാളെ വിന്നറായിട്ട് പ്രഖ്യാപിക്കും. ആ ബോർഡിൽ ഇവ കൂടാതെ കുറെ മൃഗങ്ങളും മന്ത്രവാദികളും ആത്മാക്കളുടെയും ഒക്കെ നെയിമുണ്ടായിരുന്നു. ഇതെല്ലാം ഇവരുടെ കൈവശമുള്ളതായിരുന്നു. ഇപ്പം നടക്കുന്ന അതേ കാര്യമാണ് ഇവർ ജപ്പാനിൽ നടത്താൻ നോക്കിയത്. പക്ഷെ അവിടെ ഫെയിലായി പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇവരുടെ ലാസ്റ്റ് ഹോപ്പാണ് ഇപ്പം നടക്കുന്ന അമേരിക്കയിലെ ഈ 5 പേര്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് കാടിനകത്തേക്ക് കറങ്ങാനിറങ്ങിയ ജൂളിനെയും കേഡനെയുമാണ്. കാടിനകത്ത് നടക്കുന്നതും ആ കമ്പനിയിലുള്ളവർ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടൈമിലാണ് അങ്ങോട്ടേക്ക് സോംബി വന്ന് ജൂളിനെ പിടിക്കുന്നത്. ജൂളിനെ കുറേ രക്ഷിക്കാൻ കേഡൻ നോക്കും. അതുകൊണ്ട് തന്നെ കേഡന് കുറേ മുറിവുകളേക്കും. പക്ഷെ എന്നിട്ടും ജൂളി രക്ഷപ്പെടില്ല. ആ സോംബികളെല്ലാം ചേർന്ന് ജൂളിനെ കൊല്ലും.
ഇവിടെ മൈക്കിളാണെങ്കിലോ ഒരു ലിവർ വലിക്കുന്നതായിട്ട് കാണിക്കും. ആ ടൈമിലാണ് കുറെ ബ്ലഡ് വരുന്നത്. ഇത് വേറെ ആരുടെയും അല്ല, ജൂളിന്റെ തന്നെ ബ്ലഡ് ആയിരുന്നു. ഈ ബ്ലഡ് എല്ലാം ആണെങ്കിലോ ഒരു മനുഷ്യന്റെ രൂപത്തിലുള്ള ബോർഡറിലേക്ക് എത്തുന്നതായിട്ട് നമ്മളെ കാണിക്കും. അങ്ങനെ കാടിനകത്തുനിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട കേഡൻ ക്യാബിൻ്റെ അകത്തേക്ക് എത്തും. അവിടെ വന്ന് നടന്നതെല്ലാം എല്ലാവരോടും പറയും. ആ ടൈമിലാണ് പുറത്തെന്തോ ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോഴോ സോംബി അകത്തേക്ക് എന്തോ ഒന്ന് എടുത്ത് എറിയും. അത് വേറൊന്നുമല്ല, ജൂളിൻ്റെ തലയായിരുന്നു. ഇത് കണ്ട എല്ലാവരും പേടിക്കും. ആ ടൈമിലാണ് സോംബി അകത്തേക്ക് കയറാൻ നോക്കുന്നത്. പക്ഷെ എല്ലാവരും ചെന്ന് ഡോറ് ലോക്ക് ചെയ്യും. ഇതെല്ലാം കാരണം കേഡൻ എല്ലാവരോടും പറയും, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ. ഡോറും വിൻഡോസും എല്ലാം ലോക്ക് ചെയ്ത ശേഷം ഹാളിൽ തന്നെ നിൽക്കണമെന്ന്. ഇതെല്ലാം കേട്ട ജോണും മൈക്കിളും ഇവരുടെ പ്ലാൻ തകർക്കാൻ വേണ്ടി നോക്കും. മൈക്കിൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തതായിട്ട് കാണിക്കും. അപ്പോഴാണ് ക്യാബിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗ്യാസ് വരുന്നത്. ഇത് വരുമ്പോൾ തന്നെ കേഡൻ്റെ മൈൻഡ് മാറും. അവൻ പറയും എല്ലാവർക്കും റൂമിലേക്ക് പോകാം, അവരുടെ റൂമിലേക്ക് പോയി ഡോറും വിൻഡോയും ലോക്ക് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ മാർട്ടി അവൻ്റെ റൂമിലേക്ക് പോകുമ്പോഴാണ് എങ്ങനെയൊക്കെ അവിടെ ക്യാമറയുള്ള കാര്യം ഇവൻ കാണുന്നത്. ഇത് കണ്ടവന് പിടികിട്ടും ഈ വീട് മുഴുവൻ ആരുടെയോ കൺട്രോളിലാണെന്ന്. ഇവൻ ഈ ക്യാമറയും നോക്കിക്കൊണ്ട് പുറകിലെ വിൻഡോയുടെ അടുത്തേക്ക് പോകും. അപ്പോഴാണ് സോംബി വന്ന് ഇവനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത്. പിന്നീട് വീണ്ടും ലിവർ വലിക്കുന്നതായിട്ടും രക്തം വന്ന് ബോർഡർ വീഴുന്നതായിട്ടും നമ്മളെ കാണിക്കും. അങ്ങനെ ബാക്കി 3 പേരും എങ്ങനെയെങ്കിലും അവിടെ രക്ഷപ്പെടാമെന്നോർത്ത് വണ്ടിയും എടുത്തുകൊണ്ട് പോകും. പക്ഷേ പോകുന്ന വഴിക്കാണെങ്കിലോ ജോൺ അവിടെയുള്ള ഗുഹ ഇടിച്ചിടും. ഈ ടൈമിലാണ് നമുക്ക് പിടികിട്ടുന്നത് ആ വീട് മാത്രമല്ല, ഈ സ്ഥലം മുഴുവൻ അവരുടെ കൺട്രോളിലാണെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേഡൻ അവൻ്റെ ബൈക്കും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ജമ്പ് ചെയ്യാൻ നോക്കുന്നത്. ജമ്പ് ചെയ്യുമ്പോഴോ അവൻ എന്തോ ഒന്നിൽ ചെന്നിടിച്ച് താഴേക്ക് വീഴുകയും ചെയ്യും. ഇത് തുടക്കം ആ ഈഗിൾ ഇടിച്ച അതേ സാധനമായിരുന്നു. അങ്ങനെ പിന്നീട് 2 പേര് മാത്രമായി. 2 പേരും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നോർത്ത് വണ്ടിയും ഓടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരറിയാതെ വണ്ടിയിൽ കയറിയ സോംബി ഹോൾഡനെ കൊല്ലുന്നത്. പിന്നീട് ആ വണ്ടി ചെന്നത് വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യും. എങ്ങനെയൊക്കെയോ ഡാനി ആ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാട്ടിന് നമ്മുടെ മാർട്ടി വരുന്നത്. അവനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് സോംബി ഇവനെ വലിച്ചുകൊണ്ട് പോയി. പക്ഷെ ഇവനാണെങ്കിലോ എങ്ങനെയൊക്കെ ആ സോംബിയെ കൊല്ലുകയും ചെയ്യും. ലിവർ വലിച്ചപ്പം ബോർഡറിലേക്ക് വന്ന ബ്ലഡ് ആണെങ്കിലോ അത് ആ സോംബിയുടേതായിരുന്നു. ഇതൊന്നും അറിയാതെ കമ്പനിയിൽ അവർ പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കും. പിന്നീട് മാർട്ടി ഡാനിയെയും വിളിച്ചുകൊണ്ട് സോംബി അവനെ വലിച്ചുകൊണ്ട് പോയിടത്തേക്ക് പോകും. അവിടെ സോംബിയെ അവൻ പല കഷ്ണമാക്കി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അതിനിപ്പോഴും ജീവനുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ 2 പേരും കൂടി അണ്ടർഗ്രൗണ്ടിലെത്തും. അവിടെ എത്തുമ്പോഴോ അതൊരു അപൂർവമായ ഇടമായിരുന്നു. കാരണം അവിടെ കുറേ ചില്ലുകൂടുകൾ ഉണ്ടായിരുന്നു. എല്ലാ ചില്ലുകൂടുകളിലും പലവിധ മോൺസ്റ്ററുകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവരും ആ ചില്ലുകൂട്ടിൽ അകപ്പെട്ടു പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണും മൈക്കിളും ഇവരുടെ മരണം പണ്ടേ പ്ലാൻ ചെയ്തതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ഗാർഡ് വരുന്നത്. ഇവരാണെങ്കിലോ എങ്ങനെയൊക്കെയോ ആ ഗാർഡിനെ കൊന്ന ശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 പേരും അവിടുത്തെ ബേസ് ക്യാമ്പ് ഡയറക്ടറിന്റെ ശബ്ദം കേൾക്കുന്നത്. അവർ പറയും എത്രയും പെട്ടെന്ന് 2 പേരെയും ഏൻഷ്യൻ ഗോഡിന് ബലി കൊടുക്കണമെന്ന്. പിന്നീട് ഇതെല്ലാം കേട്ട ശേഷം ഡാനി അവിടെയുള്ള ഒരു ലിവർ വലിക്കും. ആ ടൈമിലാണ് അവിടെയുള്ള ചില്ലുകൂടെല്ലാം ഓപ്പൺ ആകുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവിടെയുള്ള എല്ലാ മോൺസ്റ്ററുകളും വെളിയിലേക്ക് വരും. എന്നിട്ട് എല്ലാവരെയും ബ്രൂട്ടലായിട്ട് കൊല്ലുകയും ചെയ്യും. ഇതിൻ്റെ ഇടയിലാണ് മൈക്കിളിനെ ഒരു മോൺസ്റ്റർ കൊല്ലുന്നതും ജോണിനെ ഡാന കുത്തിക്കൊല്ലുന്നതും. പിന്നീട് 2 പേരും വീണ്ടും അണ്ടർഗ്രൗണ്ടിലേക്ക് വരും. അവിടെ ഒരു റൂമിലാണ് 5 ഷേപ്പിലുള്ള മനുഷ്യന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൽ 3 എണ്ണത്തിൻ്റെ ബോർഡറിൽ കൂടി മാത്രമായിരുന്നു ബ്ലഡ് ഉണ്ടായിരുന്നത്. അങ്ങനെ 2 പേരും കൂടി ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ബേസ് ക്യാമ്പ് ഡയറക്ടർ വരുന്നത്. പുള്ളിക്കാരി ഇവരോട് പറയും ഏൻഷ്യൻ ഗോഡ് ഭൂമിയുടെ ഏറ്റവും അടിഭാഗത്താണുള്ളത്. 5 പേരെ ബലി കൊടുത്താൽ മാത്രമേ അവർക്ക് അവരുടെ ഓഫറിങ്സ് കിട്ടത്തുള്ളൂ. അഥവാ അവർക്ക് ഓഫറിങ്സ് കിട്ടിയില്ലെങ്കിലോ ഈവിൾ ഗോഡ് ഉണ്ടാകും. അത് ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിലുള്ള എല്ലാത്തിനെയും നശിപ്പിക്കുമെന്നും പറയും. പിന്നീട് ഡയറക്ടർ മാർട്ടിനെ കൊല്ലാനായി ഡാനയോട് പറയും. ഇത് കേട്ട ഡാന മാർട്ടിന് നേരെ തോക്ക് ചൂണ്ടുകയും ചെയ്യും. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് ഒരു ചെന്നായ വന്ന് ഡാനയെ ആക്രമിക്കുന്നത്. ഇത് കണ്ട മാർട്ടിൻ തോക്കെടുത്ത് ചെന്നായെ ഷൂട്ട് ചെയ്യുകയും ചെയ്യും. പിന്നീട് മാർട്ടിനും ഡയറക്ടറും തമ്മിൽ ഒരു ഫൈറ്റ് തന്നെ നടക്കും. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് ക്യാതറിന്റെ പ്രേതം വരുന്നത്. പ്രേതം വന്ന് ഡയറക്ടറിനെ കൊല്ലുകയും ചെയ്യും. ഇത് കണ്ട മാർട്ടിനാണെങ്കിലോ 2 പേരെയും ഏൻഷ്യന്റ് കോഡുള്ള കുഴിയിലേക്ക് തള്ളിയിടുകയും ചെയ്യും. അങ്ങനെ 2 പേരും എല്ലാം തീർന്നെന്നോർത്ത് സമാധാനത്തോടിരിക്കും. ഡാന മാർട്ടിനെ ഷൂട്ട് ചെയ്യാൻ നോക്കിയതിൽ ക്ഷമയും ചോദിക്കും. ആ ടൈമിലാണ് ഇവർ പ്രതീക്ഷിക്കാതെ ഈവിൾ ഗോഡിനെ കൈ പൊങ്ങി വരുന്നത്. ആ കൈ വന്ന് അവിടെയുള്ള എല്ലാം നശിപ്പിക്കുകയും ചെയ്യും. ഇതോടെ ഈ മൂവിയും തീരും.